ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മിയെ കണ്ടതും ഗോവിന്ദാകെ ഷോക്കായി നിൽക്കുവാണ്. എന്നാലും ഗീതു, നീ എന്നോട് ഇതിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ വിജയലക്ഷ്മി, എന്താ മോളെ, എന്താ പറ്റിയേ? ഒന്നുമില്ലമ്മേ, ഇവരെ ഇങ്ങനെ എവിടെ വന്നത്? അത് പിന്നെ ഞാൻ വിളിച്ചിട്ടാ കണ്ണേട്ടാ, ഞാനാ വിളിച്ചത് അമ്മയോട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടത് ഗോവിന്ദൻ ഞെട്ടി. ഓഹോ, ഇത്രയും നേരം രാധികാമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. നീ അപ്പം മനഃപൂർവ്വം ഇവരെ വിളിച്ച് പുറത്ത് നിർത്തിയിട്ട് ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുമായിരുന്നു അല്ലേ? ഇതെനിക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഗീതു, ഞാൻ ക്ഷമിക്കില്ല. അത് കേട്ടതും, ഇതെന്തിനാ മോളെ നീ കള്ളം പറയുന്നേ? ഗീതു വിളിച്ചിട്ടല്ല ഞാൻ വന്നത്, ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, അതാ ഇങ്ങോട്ട് കയറി പോകുന്നത്. അത് കേട്ടതും, വേണ്ട, നിങ്ങൾ ഇവളെ രക്ഷിക്കാൻ വേണ്ടി കൂടുതലൊന്നും പറയണ്ട, എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോവുക. ഈ സമയം വിജയലക്ഷ്മിയും പിന്നെ നമ്മുടെ ഇതെല്ലാവരും കൂടെ ഗീതും കൂടെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഷോക്കായിട്ടിരിക്കുക. എന്തൊക്കെയായി കേൾക്കുന്നേ? വിജയലക്ഷ്മി അമ്മയാണോ? ഗോവിന്ദേട്ടൻ്റെ അമ്മ അല്ല, ഗോവിന്ദേട്ടൻ്റെ അമ്മ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ വിജയലക്ഷ്മി അമ്മയാവും? അത് കേട്ടതും, അതൊക്കെ ഒരു വലിയ കഥയാണ്, ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു വലിയ കഥ. അതെന്താണെന്ന് ഞങ്ങൾക്കറിയണോ അയ്യപ്പേട്ട? അതെന്താണെന്ന് ഇപ്പം അറിയണ്ട, ആ കഥ ഞങ്ങൾക്കും കൂടെ കേൾക്കണം, ഞങ്ങളോടും കൂടെ പറയപ്പേട്ട. അത് ആർക്കും അറിയില്ല കുഞ്ഞെ. അതെന്താ അറിയാത്തത്? അതെങ്ങനെ ശരിയാവും? ഗോവിന്ദേട്ടൻ്റെ അമ്മ മരിച്ചു പോയെന്നാ പറഞ്ഞത്, പിന്നെ ഈ സ്ത്രീ എങ്ങനെ അവതരിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ അയ്യപ്പൻ നേരം ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം വെളിയിലാണ് കാണിക്കുന്നത്. ഗോവിന്ദേട്ട നിൽക്ക് ഗോവിന്ദേട്ട. കണ്ണേട്ട എങ്ങോട്ടാ പോകുന്നേ? വിടുകീതു, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. ഇവിടെ നിന്നാ ഒരു സമാധാനവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? കണ്ണേട്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അറിയാതെ പറഞ്ഞു പോയതാ കണ്ണേട്ട, അല്ലാതെ ഒരിക്കലും പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കറിയായിരുന്നു, എനിക്കെല്ലാം അറിയായിരുന്നു. നീയും ഇവരും കൂടെ കൂട്ടുകൂടിയപ്പോൾ നിങ്ങൾ തമ്മിലുള്ളത് വെറും ഒരു സൗഹൃദം മാത്രമല്ല, അതിനു മുകളിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചതാ. പിന്നെ ഇവരെൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നീ ഇവരോടൊപ്പം കൂടിയതെന്നും ഞാൻ അറിഞ്ഞതാ. പക്ഷേ എന്നിട്ടും നീ ചെയ്തത് ശരിയായില്ല ഗീതു. അതിൻ്റെ കാര്യങ്ങൾ പരസ്പരം പറയണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ നിന്നത്. പിന്നെ ഇപ്പോൾ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഗീതു, കണ്ണേട്ട ഞാൻ പറയുന്നത് സത്യമാണ്, ഒരിക്കലും കണ്ണേട്ട ഞാൻ ആ പേര് പറയണമെന്ന് കരുതിയതല്ല. മരിച്ചുപോയ കണ്ണേട്ടൻ്റെ അച്ഛനാണേ സത്യം. അത് കേട്ടതും, എൻ്റെ അച്ഛനെ പിടിച്ച് സത്യം ഇടുന്നോ? ഇത് തന്നെയല്ല രാധികാമ്മയും ചെയ്തത്. എനിക്കൊന്നും കേൾക്കണ്ട, ആരും എന്നോടൊന്നും പറയാൻ വേണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ കണ്ണേട്ട, അമ്മ തെറ്റുകാരിയല്ല. അമ്മ തെറ്റുകാരിയല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യത്തിന് ഇവരോട് ഉത്തരം പറയാൻ പറ. അങ്ങനെയാണെങ്കിൽ ഇവർ തെറ്റുകാരിയല്ല എന്ന് ഞാൻ പറയും, ഞാനിവരെ ചേർത്ത് പിടിക്കും. അത് കേട്ടതും എല്ലാവരും ഞെട്ടി, അതായത് വിജയലക്ഷ്മിയും ഗീതും. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക, കൗമാരപ്രായത്തിൽ എന്നെ ഉപേക്ഷിച്ച് ഇവർ പോയത് എന്തിനാണെന്ന് ചോദിക്കുക ഗീതു. ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടേണ്ട സമയത്ത് ഒരമ്മയുടെ വാത്സല്യം പോലും ഇല്ലാതെ രണ്ടാരമ്മയുടെ സ്നേഹം കൂടുതൽ കിട്ടി ജീവിച്ച എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലും മറന്നിട്ട് ഇവരെന്നെ വിട്ട് ഒരു യാത്ര പോലും പറയാതെ പോയത് എന്തിനാ ഗീതു എന്നും ചോദിക്കുകയാണ്. അമ്മ ഒരിക്കലും പോയിട്ടില്ല കണ്ണേട്ട, തെറ്റായ വഴിയിലൂടെ അമ്മ പോകത്തുമില്ല. അമ്മ കണ്ണേട്ടൻ്റെ അച്ഛനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളാ. അങ്ങനെയുള്ളപ്പോൾ അതെങ്ങനെ സംഭവിക്കും? പിന്നെ രഞ്ജു എങ്ങനെ ജനിച്ചു? എൻ്റെ അച്ഛനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളായിരുന്നെങ്കിൽ രഞ്ജു എങ്ങനെ ഉണ്ടായി? അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി, എടാ നീ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരവുണ്ട്, എനിക്ക് നിന്നോട് ഉത്തരം പറയാനും പറ്റും. പക്ഷേ അതെല്ലാം പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ മൗനമായി നിൻ്റെ മുൻപിൽ കുറ്റക്കാരിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല. എന്തായാലും നീ മനസ്സിലാക്കേണ്ട സമയത്ത് അതെല്ലാം മനസ്സിലാക്കും. അതുവരെ എനിക്കിങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല എന്നറിയാം, പക്ഷെ എന്നാലും വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പോകാനൊരുങ്ങുമ്പോൾ, ഈ ജന്മത്തെ ഇവരെ ഞാൻ അമ്മയായിട്ട് അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും അങ്ങനെ വിജയലക്ഷ്മി പോയി കഴിഞ്ഞത് ഗോവിന്ദ് കാറി കയറുമ്പോൾ, കണ്ണേട്ടൻ പോവല്ലേ കണ്ണേട്ട, ഞാനും കൂടെ വരാം കണ്ണേട്ട. വേണ്ട, എനിക്ക് പോകണം. കണ്ണേട്ട എന്നെ വിട്ട് പോവുകയാണോ? അങ്ങനെ നിന്നെ വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല ഗീതു, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നെ വിട്ടു പോകുന്നേ? നീ എൻ്റെ എല്ലാമ്മ.
അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്നെ വിട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. ഞാൻ പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ്. കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കിരുന്ന മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും ഗീതു. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുക. എന്നാൽ ഞാനും കൂടെ വരാം. കണ്ണേട്ടനെ ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ ഞാൻ കണ്ണേട്ടനെ ശല്യപ്പെടുത്തില്ല. ഞാൻ കൂടെ വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഗോവിന്ദ് കാറിൽ കയറുക. ഈ സമയം ഗീതവും കയറുകയാണ് കാറിൽ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നായരെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിജയലക്ഷ്മി അമ്മ ഒന്നും പറയാതെ ഇവിടെ നിന്നും പടിയിറങ്ങി മാധവൻ മുതലാളിയെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ച ആ അമ്മ ഒരു ദിവസം ഇവിടെ നിന്നും പോയപ്പോൾ അതാർക്കും അറിയില്ല അതിൻ്റെ സത്യം എന്താണെന്ന്. എന്തിനു വേണ്ടിയാണ് വിജയലക്ഷ്മി അമ്മ ഇറങ്ങിപ്പോയതെന്ന് ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷേ അതെന്താ സംഭവമെന്ന് അറിയുന്നില്ല. അത് വിജയലക്ഷ്മി അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്. ആ സത്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഗോവിന്ദ് കുഞ്ഞിൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ളത് ആ സത്യം ഗീതു പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിജയലക്ഷ്മിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും വിജയലക്ഷ്മിയെ ഇവിടെ നിർത്താൻ ശ്രമിച്ചതും ഒക്കെ. എല്ലാം കൊണ്ടും ആ പാവം ഒരു നല്ല ആളായിരുന്നു, നല്ല ഭാര്യയായിരുന്നു, നല്ലൊരു അമ്മയായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരമ്മ. സന്തോഷം നിറഞ്ഞ ഈ അറയ്ക്കൽ തറവാട്ടിൽ എന്നും വെളിച്ചം മാത്രമായിരുന്നു വിജയലക്ഷ്മി അമ്മ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ എന്തിനാ അവരിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നും രേഖയുടെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ മോളെ, അതാണ് ആർക്കും മനസ്സിലാവാത്തത്. എനിക്ക് മാത്രമൊന്നല്ല, ആർക്കും അറിയില്ല. എന്നാൽ വിജയലക്ഷ്മിക്ക് മാത്രം അറിയാവുന്ന സത്യം അത് വിജയലക്ഷ്മി ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. വേറൊന്നുമല്ല. അതെന്താ ചിന്തിക്കാനും മാത്രമുള്ളതാണോ? അവര് ചിലപ്പോൾ ഇവിടുത്തെ ഗോവിന്ദേട്ടൻ്റെ അച്ഛനെ വേണ്ടാന്ന് വരുത്തിയിട്ട് വേറെ ആളെ തേടി പോയതായിരിക്കും. ഇതിനേക്കാളും പണമുള്ള ആരെങ്കിലും കണ്ടപ്പോൾ അവരെ തേടി പോയി കാണും. അത് കേട്ടതും അങ്ങനെ പെണ്ണുങ്ങൾ ഇത്രയും സന്തോഷത്തോടെയും സുഖത്തോടെയും എല്ലാം കൊണ്ടും എല്ലാം അടക്കി പിടിച്ച് ജീവിച്ചിട്ട് അവസാനം പ്രിയപ്പെട്ടതെല്ലാം ഇട്ടേച്ചു പോകുമ്പോൾ ആണുങ്ങൾക്ക് പറയാനൊരു മറുപടി ഉണ്ടാവും, വേറൊരുത്തിനെ തേടിപ്പോയിന്ന്. എന്നാൽ പെണ്ണുങ്ങൾക്കിടെ മനസ്സതല്ല. പല രാത്രിയും ഉറങ്ങാതെ പെട്ടെന്നൊരു ദിവസം തീരുമാനം എടുത്തിട്ടായിരിക്കും അവർ അങ്ങനെ പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരോട് ചെയ്യുന്ന ഈ കാര്യം ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. ആണുങ്ങൾക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, പെണ്ണുങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ അത് ആണുങ്ങളെ തേടി പോകുന്നതാണെന്ന്. ഇതൊരിക്കലും നിങ്ങളുടെയൊക്കെ തെറ്റായ ചിന്തയാണ്. എന്നാൽ ആണുങ്ങൾ അങ്ങനെ പോകും. ഒരിക്കലും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെണ്ണും തൻ്റെ പുരുഷനെ വിട്ടു പോകില്ല എന്നും രേഖ പറയണം. അത് കേട്ടതും അയ്യപ്പൻ കറക്റ്റ് മോളെ, നീ പറഞ്ഞതാണ് സത്യം എന്നും പറയുക. ഈ സമയം വരുൺ ഇങ്ങനെ ആലോചിക്കുക, പിന്നെ കോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ പ്രിയ ചോദിക്കുക, ഈശ്വര അപ്പോൾ രഞ്ജുവിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലോ. അപ്പോൾ രഞ്ജു നമ്മുടെ ആരാ ചേച്ചി എന്നും ചോദിക്കണം. അത് കേട്ടതും രഞ്ജു നമ്മുടെ സ്വന്തം സഹോദരിയെ മോളെ, നിൻ്റെ ചേച്ചി എന്നും. ഈശ്വര, ഇതൊന്നും അറിയാതെയാണല്ലോ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചത്, അവളെ സങ്കടപ്പെടുത്തിയത്. എന്നിട്ടും അവൾ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നല്ലോ എൻ്റെ ചേച്ചിയായിട്ട്. എൻ്റെ ചേച്ചി തന്നെയാണ് എൻ്റെ പൊന്നേച്ചി എന്നൊക്കെ പറയണം. അത് കേട്ടതും ഇനി നീ രഞ്ജുവിനെ അവളെ ഇവിടെ നിന്നൊന്നും വിളിക്കരുത്, ചേച്ചിന്നേ വിളിക്കാവൂ, കേട്ടല്ലോ? ശരി രേഖച്ചി, അതെൻ്റെ ചേച്ചി തന്നെയാണ്. എനിക്കെൻ്റെ ചേച്ചിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയും. എനിക്കൊരു കൂടപ്പറപ്പും കൂടെ ആയി, സന്തോഷമായി. സോറി രഞ്ജു ചേച്ചി, സോറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ കരയുക. ഈ സമയം രേഖ, അതെ ഗോവിന്ദേട്ടൻ്റെ പെങ്ങള് രഞ്ജു ഒരുപാട് നല്ലവളാ. നീ എത്രയൊക്കെ അവളെ വെറുപ്പിക്കുമ്പോഴും അവൾ നിന്നെ സ്നേഹിക്കുമായിരുന്നു പ്രിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയയെ ചേർത്ത് പിടിക്കുക. ഈ സമയം അയ്യപ്പൻ നായരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വരുൺ, ഞാനാകെ കഷ്ടപ്പെടുക ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ഇഷ്ടം പോലെ ഒരെണ്ണം വരുവാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഒരു വരുൺ ഇങ്ങനെ നിൽക്കുക. അല്ല, ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങനെ മീറ്റിംഗ് കൂടിക്കൊണ്ട് നിൽക്കുന്നേ? എൻ്റെ അമ്മയ്ക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എൻ്റെ അമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോയിട്ട് കുറച്ച് സമയമായി. അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ആരും ഒന്ന് അന്വേഷിക്കുന്നു പോലുമില്ല. അമ്മയോട് ആരെങ്കിലും ഒന്ന് വന്ന് പറ. പിന്നെ ഞങ്ങൾ പറഞ്ഞാലൊന്നും രാധികാമ്മ കേൾക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഗോവിന്ദ് തന്നെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രേഖ, എന്തായാലും വിജയലക്ഷ്മി അമ്മ എന്തിനാ ഇവിടെ നിന്ന് പോയെന്ന് കണ്ടെത്തിയേ മതിയാകൂ. അടുത്തത് വെൽവിഷറായിട്ടുള്ള എൻ്റെ ജോലി അതാണ്. വിജയലക്ഷ്മി അമ്മ എന്തിനിവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് ഇവരുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും.
എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം വരുണാണെങ്കിൽ ദേ ഞാനിപ്പോൾ മുകളിൽ പോയി അമ്മയെ സമാധാനിപ്പിക്കാം, അപ്പോഴേക്കും നിങ്ങളാരെങ്കിലും അങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞ് വരുൺ മുകളിലേക്ക് പോവുക. ഈ സമയം വരുൺ മുകളിലേക്ക് പോകുന്ന സമയത്ത് രാധിക കയ്യിൽ ഉറക്ക ഗുളികയുമായിട്ടിരിക്കുകയാണ്. ഒരിക്കലും കണ്ണൻ എന്നെ വെറുത്ത എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഒരിക്കലും കണ്ണനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എൻ്റെ കണ്ണനാണ് എൻ്റെ എല്ലാം, എൻ്റെ മോൻ വരുണിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ മോൻ കണ്ണനെയാ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗുളിക കഴിക്കാൻ പോകുമ്പോഴേക്കും അമ്മേ എന്നും പറഞ്ഞ് വരുൺ എന്താടാ അമ്മയിനെ പേടിക്കൊന്നും വേണ്ട, വീട് വിട്ട് പോകുകയും വേണ്ട, ദേ ഗോവിന്ദേട്ടൻ അമ്മയോട് ക്ഷമിച്ചു. അതെന്താ? അതേ ഗോവിന്ദേട്ടൻ അമ്മയല്ലാതെ വേറൊരമ്മയെ സ്നേഹിക്കില്ല എന്ന് അമ്മയോട് പറഞ്ഞു. ഗോവിന്ദേട്ടൻ്റെ അമ്മ അമ്മയാണെന്ന് അമ്മയോട് പറഞ്ഞു. ഗോവിന്ദേട്ടൻ്റെ അമ്മയായിട്ടുള്ള അമ്മ ഗോവിന്ദേട്ടനെ കൊന്നാലും അമ്മയ്ക്ക് പ്രശ്നമില്ല, ഗോവിന്ദേട്ടന് പ്രശ്നമില്ല എന്ന് അമ്മയോട് പറഞ്ഞു. എടാ മന്ദബുദ്ധി, നീ എന്താ ഈ പറയുന്നേ? ഓ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല, അതേ ദേ എൻ്റെ അമ്മയാണല്ലോ രാധിക അമ്മ, ഗോവിന്ദേട്ടൻ്റെ അമ്മയാണല്ലോ വിജയലക്ഷ്മി അമ്മ, അപ്പോൾ രാധിക അമ്മയാണ് എല്ലാമെന്ന് ഗോവിന്ദേട്ടൻ അമ്മയോട് പറഞ്ഞു, അമ്മയാണ് അമ്മയെന്ന് എല്ലാമെന്ന് അമ്മയോട് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇവൻ എന്ത് കോപ്പാണ് ഈ പറയുന്നതെന്നാവോ? എടാ ഒന്ന് മനസ്സിലാവുന്ന രീതി പറ. ഞാനാണ് അവൻ്റെ അമ്മ എന്ന് മനസ്സിലായി, പക്ഷെ അതിനിടയിൽ ഇത്രയും അമ്മ എവിടെ നിന്ന് വന്നു? ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് അമ്മയാണ് എൻ്റെ അമ്മ രാധിക അമ്മ, ഗോവിന്ദേട്ടൻ്റെ അമ്മ ആരാ? വിജയലക്ഷ്മി അമ്മ. അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് രാധിക അമ്മയാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെന്ന് ഗോവിന്ദേട്ടൻ വിജയലക്ഷ്മി അമ്മയോട് പറഞ്ഞു എന്ന്. അത് കേട്ടത് മന്ദബുദ്ധി, എടാ ഞാനേ പുറത്ത് വിവരമുള്ള ആരെങ്കിലോടും പോയി ഇത് ചോദിച്ചിട്ട് വരട്ടെ. ഇത്രയും വിവരമുള്ള ഞാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ല, പിന്നെയാണ് പുറത്ത് പോയി ചോദിക്കാൻ ഒന്ന് പോമേ. അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ട് വരിക. കാഞ്ചന വന്നതും അതേ രാധിക മമ്മി നീങ്ക തപ്പിച്ചിരിച്ച്. എന്താ എന്താ കാഞ്ചന? അതേ ഗോവിന്ദ് മാമ വിജയലക്ഷ്മി അമ്മ கிட்ட சொல்லியாச்சு, நீங்க இல்லாம அந்த மாமாக்கு ஒன்றும் நடக்காதுன்னு, நீங்க தான் அவங்களோட உயிர்ന്ന്. അത് കേട്ടതും സത്യമാണോ നീ പറയുന്നത് കാഞ്ചനെ? അതെ, നീങ്ക കൊന്നാലും മാമന് പ്രശ്നമില്ലെന്ന് വിജയലക്ഷ്മി അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും എൻ്റെ ഈശ്വര സമാധാനായി എന്നും നമ്മുടെ രാധിക. ആഹാ, ഇത്രയും നേരം ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ല, എന്നാൽ തമിഴും മലയാളവും കലക്കി കൂട്ടി രണ്ട് ഭാഷയും മര്യാദയ്ക്കറിയാത്ത ഇവള് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അല്ലേ? എടാ അതാ പറഞ്ഞത്, വിവരമുള്ളവർ പറയണമെന്ന്. അവൾ പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞു. നീ എത്ര അമ്മ കൂട്ടിയാടാ പറഞ്ഞത്, അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാവാഞ്ഞത്. നടക്കട്ടെ നടക്കട്ടെ, എന്നാൽ നീ ചെല്ല് കാഞ്ചനെ. ശരി മാമി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന അങ്ങ് പോവുക. കാഞ്ചന അങ്ങ് പോയി കഴിഞ്ഞതും ഒരു വരുൺ, അമ്മ ഇപ്പോൾ ഗുളിക കഴിക്കാൻ പോവുമായിരുന്നു അല്ലേ? അതേടാ, കണ്ണനില്ലാത്ത എൻ്റെ ഈ സ്നേഹം കിട്ടാത്ത ഈ ജീവിതം അവനെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഒരമ്മ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് അവനാ. ഒരു മകനായിട്ട് നിന്ന അവൻ എന്നെ എല്ലാം പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ പറയണം. അവനില്ലെങ്കിൽ ഞാനില്ല, അവൻ എന്നെ വെറുത്ത ഈ ഗുളിക കഴിച്ച് ഞാൻ മരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ അത് നിർത്തണ്ട, അമ്മ കഴിച്ചിട്ട് കിടന്നോ, ബോധം കെട്ട് കിടക്ക്. അപ്പം പിന്നെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹവും സിമ്പതിയും ഇത്തിരിയും കൂടെ പിടിച്ചു പറ്റാം. അയ്യടാ, എന്നെ കൊന്നിട്ട് വേണോടാ നിനക്ക് അവൻ്റെ സിമ്പതി പിടിച്ചു പറ്റാൻ? എൻ്റെ അമ്മനോട് മരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു 2-3 ഗുളിക കഴിക്കുകയും എന്നിട്ട് അമ്മ ഉറങ്ങിക്കിടക്കുന്ന പോലെ കിടക്ക്. അങ്ങനെ കിടക്കുമ്പോൾ അമ്മയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. താനൊന്ന് വെറുത്ത, താനൊന്ന് കുത്തുവാക്ക് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല എന്ന് അമ്മ ഗോവിന്ദേട്ടനോട് പറയുമ്പോൾ ഗോവിന്ദേട്ടൻ അത് വിശ്വസിച്ച് അമ്മയെ ഒരുപാട് സ്നേഹിക്കും. അത് നല്ല കാര്യമാണ്. എന്നാൽ പിന്നെ ഗുളിക കഴിക്കാണ്ട് ഞാൻ ബോധം കെട്ട പോലെ കിടക്കാം. എൻ്റെ ദൈവമേ, അങ്ങനെ കിടന്നാൽ ഗോവിന്ദേട്ടൻ ഇവിടുന്ന് അമ്മയും പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ രക്തം പരിശോധിക്കുന്ന ഡോക്ടർമാർ പറയും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അപ്പം ഇതെല്ലാം അമ്മയുടെ അഭിനയമാണെന്ന് കരുതി ഗോവിന്ദേട്ടൻ അമ്മയോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മ ഒന്ന് ചിന്തിക്കണം. ഉറപ്പായിട്ടും അമ്മ മരുന്ന് കഴിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് ഗോവിന്ദേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഗോവിന്ദേട്ടൻ അത് തിരിച്ചറിയുമ്പോൾ ഇനി അമ്മയെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ഗോവിന്ദേട്ടൻ ചെയ്യത്തുമില്ല. അത് കേട്ടതും അത് ശരിയാണ്, നീ പറഞ്ഞത് നല്ല ഐഡിയ. ഞാൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഡോക്ടർമാരത് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും മരുന്ന് കഴിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് രാധിക ആ ഗുളികയിലിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വരുൺ, കഴിക്ക് നന്നായിട്ട് കഴിക്ക്, കുറച്ച് ദിവസം ആശുപത്രി കിടടാ.
നീ പറഞ്ഞെന്ന ഐഡിയ മുഴുവനും ഞാൻ പരിശ്രമിക്കുന്നതാ. എന്നിട്ട് അവസാനം എൻ്റെ തലയിൽ തന്നെ എല്ലാം വന്ന് വീഴുന്നേ. ദേ ഞാൻ തട്ടിപ്പോകൂടാ. ഇല്ലമ്മേ, 3 ഗുളിക കഴിച്ചു എന്നരുത് എന്ത് പറ്റാനാ പിന്നെ എന്നും പറഞ്ഞു വരുൺ. അത് കേട്ടത് രാധിക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.